അങ്ങനെ കേരളത്തിലെ സുപ്രസിദ്ധ കുപ്രസിദ്ധ ഹാബിച്വൽ ഒഫൻഡറായ രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യം കിട്ടി. എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് സ്ഥിരം കുറ്റവാളി എന്നുള്ള രീതിയിൽ തന്നെയാണോ പറയുന്നത്? അതോ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇനി പ്ലസ് ടു ഇംഗ്ലീഷ് പഠിപ്പിച്ച മായ ടീച്ചറുടെ മിസ്റ്റേക്ക് ആണോ അതോ ഞാൻ പഠിക്കാതിരുന്നതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് അതായത് ഒരാൾ ഒരു കുറ്റം ചെയ്തു, ആ കുറ്റം ചെയ്തു, അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ട് പുറത്തിറങ്ങി വന്നു, ഇതേ കുറ്റം തന്നെ വീണ്ടും ചെയ്തു. അന്നേരമല്ലേ ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്, അല്ലെങ്കിൽ ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നുള്ള സംഭവം നടക്കുന്നത്. ഇവിടെ 3 മാസം കൊണ്ട് 3 കുറ്റം അല്ലെങ്കിൽ 3 കേസ് പുള്ളിയുടെ മേലിൽ കിട്ടി. 1, 2, 3 അല്ല 1, 2, 3 അല്ല 1, 2, 3 പറയാൻ പറ്റത്തില്ല. 3 കേസില്ലേ? 3 കേസിനകത്ത് ഏത് കേസിനകത്താ പുള്ളി ശിക്ഷിച്ചേ? ഏത് കേസിനകത്താ പുള്ളി കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ല, കുറ്റാരോപിതനല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്ന ഐറ്റം ഇവിടെ വർക്ക് ചെയ്യുന്നത്? ന്യൂസിനകത്ത് കണ്ട പണി, ഈ പറഞ്ഞ പണിയൊക്കെ നടത്തിയിട്ടുള്ളതാണെങ്കിൽ ആൾ ശിക്ഷിക്കപ്പെടണം, അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ എന്ന് വെച്ച് ഒരു മര്യാദയൊക്കെ ഇല്ലടേ. ഒരുത്തനെ ഇട്ടിട്ട് ഒരുമാതിരി. ഇനിയിപ്പോ അടുത്തത് എനിക്കറിയത്തില്ല, അടുത്തത് പണ്ട് ട്യൂഷൻ ക്ലാസ്സിലെ പോക്സോ കേസം കണ്ടവനാൻ പോകുന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. എനിക്കറിയത്തില്ല, എവിടെയോ വീഡിയോയിൽ കണ്ടതാ ഇത്. അല്ലെങ്കിൽ എല്ലാം കൂടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടെ ചെയ്യാം, അപ്പൊ പിന്നെ ഒരുമിച്ച് പിടിച്ച് അകത്തിടത്തില്ല. അല്ലാതെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കൊടുക്കാതെ പിന്നെ അകത്ത് കയറ്റി എങ്ങനെ ശരിയാകുന്നത്? അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കുക എല്ലാവരുടെ. ഇനിയിപ്പം പ്രേമത്തിന്റെ പ്രശ്നമാ, പ്രണയം റിജക്ട് ചെയ്ത ഇന്ന് ഒരു 24 ഇത് കണ്ടു, പ്രണയം റിജക്ട് ചെയ്തതിന്റെ പേരിൽ കഞ്ചാവ് കേസിൽ കൊടുക്കിയ ഒരു പ്രസിദ്ധ വനിതയെ കുറിച്ച്. അത് വിട്ടേക്ക്, പ്രണയമൊക്കെ നോ പറഞ്ഞ് അല്ലെങ്കിൽ റിജക്ട് ചെയ്താൽ എന്തൊക്കെ പണി വരുമെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള സംഭവത്തിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇനി അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞ സാധനം എന്നാ, ആരെങ്കിലും ഒരേ കുറ്റം തന്നെ ഒരു 10 തവണ ആരെങ്കിലും ആരുടെയും പേരിൽ ആരോപിച്ചാൽ അവർ ഒഫൻഡർ ആകുമോ ഇല്ലയോ എന്നുള്ളത്.